വെൽക്കം ഓൾ. നമ്മൾ ട്രാൻസ്പോർട്ട് ഫിനോമിനയിൽ ലാസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന കേസസ് ആണ് നമ്മളുടെ മാസിൻ്റെ ബാലൻസ്. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ മാസ് ബാലൻസിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ത്രൂ എ സ്റ്റാഗ്നൻ്റ് ഗ്യാസ് ഫിലിമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്യാസ് ഇവാപ്രേറ്റ് ചെയ്യുന്നു, അല്ല ഒരു ലിക്വിഡ് ഇവാപ്രേറ്റ് ചെയ്യുന്നു, അതെ നമ്മളുടെ ഗ്യാസ് അവിടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ let us consider that a liquid A, example benzene ആണെന്ന് വിചാരിച്ചു, അതിൻ്റെ ലിക്വിഡ് then അത് ഇവാപ്രേറ്റഡ് ഇൻ ടു ഗ്യാസ് ബി, അതായത് എയറിലേക്ക് അത് ഡിഫ്യൂസ് ചെയ്യുകയാണ്. ഇവാപ്രേറ്റ് ചെയ്യുമ്പോൾ അത് എയറിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ പണ്ട് മാസ് ട്രാൻസ്ഫറിൽ പഠിക്കുന്ന ഒരു കേസ് ഉണ്ട്, അതായത് സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ ഓഫ് എ ത്രൂ നോൺ ഡിഫ്യൂസിങ് ബി, അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ ഓഫ് ലിക്വിഡ് എ ഇൻ ടു സ്റ്റാഗ്നൻറ്റ് ഗ്യാസ് ബി. ഓക്കെ, അതായത് എ മാത്രമേ ഡിഫ്യൂസ് ചെയ്യുന്നുള്ളൂ, എൻ എ മാത്രമേ ഡിഫ്യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ എൻ എയുടെ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ, എൻ ബിയുടെ ടേം 0 ആയിരിക്കും. ഇതാണ് അതിൻ്റെ ബേസ് ആയിട്ടുള്ള നമ്മളുടെ കാൽക്കുലേഷനിൽ അല്ലെങ്കിൽ ഡെറിവേഷനിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റ് us consider that a liquid, for example benzene, is being evaporated into gas B, example air. ഇപ്പോൾ ഡിഫ്യൂഷൻ സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ലിക്വിഡ് എ അല്ലെങ്കിൽ ബെൻസീൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഇവാപ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന, അപ്പോൾ സറൗണ്ടിങ്സിൽ എയർ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എയറിലേക്ക് എൻ്റെ ബി ഡിഫ്യൂസ് ചെയ്യും. ഓക്കെ, ഡിഫ്യൂഷൻ ഓഫ് എ ഇൻ ടു സ്റ്റാഗ്നൻറ്റ് ഗ്യാസ് ബി, അല്ലെങ്കിൽ നോൺ ഡിഫ്യൂസിങ് ബിയുടെ കേസ്. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ ബാലൻസ്, ഇവിടെ മാസ് ബാലൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. മാസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷെൽ ബാലൻസ് എടുക്കുമ്പോൾ ഒരു ഷെല്ലിൻ്റെ തിക്നെസ് ഞാൻ എടുക്കുന്നതാണ് ഡെൽറ്റ സെഡ്. ഓക്കെ, അപ്പോൾ ഫ്ലെക്സ് എ ബെൻസീൻ ആണ് എൻ്റെ എ എന്ന് പറയുന്ന കമ്പോണൻറ്റ്. സെഡ് ഡയറക്ഷനിൽ, വൺ ഡയറക്ഷനിൽ മാത്രമേ ഞാൻ അസംഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ സർഫസ്, എൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് ആയിട്ട് ഞാൻ കൊടുക്കുന്ന ഒരാളാണ് സെഡ് ഇസ് ഈക്വൽ ടു Z1, സെഡ് ഇസ് ഈക്വൽ ടു Z2. then ഇതിൽ നമ്മൾ അസംഷൻസ് ഏതൊക്കെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു കേസ്, ദ ലെവൽ ഓഫ് ലിക്വിഡ് ഈസ് മെയിൻറ്റെയിൻഡ് ത്രൂ ഔട്ട് ഡ്യൂറിങ് ഇവാപ്രേഷൻ. ഓക്കെ, അതേപോലെ തന്നെ വേപ്പേഴ്സ് ഓഫ് എ ആൻഡ് ബി ഫോം ആൻ ഐഡിയൽ ഗ്യാസ് മിക്സ്ചർ. വേറെ ഒന്നുമില്ല, നമ്മളുടെ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ വരും. അപ്പോൾ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ C ഈക്വൽ ടു PRT എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദ സോളിബിലിറ്റി ഓഫ് B in A is negligible, അല്ലെങ്കിൽ എയർ ഈസ് നോട്ട് സോളിബിൾ ഇൻ ബെൻസീൻ. എയർ ഇസ് നോട്ട് സോളിബിൾ ഇൻ ബെൻസീൻ. അപ്പോൾ എയുടെ ഡിഫ്യൂഷൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആഫ്റ്റർ ദി ഇവാപ്രേഷൻ ഓഫ് എ ഇറ്റ് ഫ്ലോസ് ഓൺലി ഇൻ സെഡ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് യൂണി ഡയറക്ഷണൽ ഫ്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അസംഷൻസ് ആയിട്ട് ഈ 1-2 കാര്യങ്ങൾ പറഞ്ഞാലും മതി. സോളിബിലിറ്റി ഓഫ് ബി ഇൻ എ ഈസ് നെഗ്ലിജിബിൾ, പിന്നെ യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ്, പിന്നെ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻസ്. ഓക്കെ, പിന്നെ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ഞാൻ പറഞ്ഞു C ഈക്വൽ ടു PRT എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഐഡിയൽ ഗ്യാസ് മിക്സ്ചർ ഒബേ ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ C ഈക്വൽ ടു PRT ആയതുകൊണ്ട് C കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരു കാര്യം കൂടെ പറയാം, ഡിഫ്യൂസിവിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോമ്പോസിഷൻ, അല്ലെങ്കിൽ ഡിഫ്യൂസിവിറ്റിയും കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഡിഫ്യൂസിവിറ്റി ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോമ്പോസിഷൻ, അതായത് നമ്മുടെ ഫിക്സൽ ഓഫ് ഡിഫ്യൂഷൻ എഴുതുമ്പോൾ DAB ഇൻറ്റു DXA/DZ, അല്ലെങ്കിൽ DAB ഇൻറ്റു DCA/DZ വരും. അപ്പോൾ നമ്മൾ DAB കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് പുറത്തേക്ക് എടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം? ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് DAB കോൺസ്റ്റൻ്റ് ആണെന്ന് പറയണം, അതേപോലെ തന്നെ സിയും കോൺസ്റ്റൻ്റ് ആണെന്ന് പറയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കണക്ട് ചെയ്ത ഐഡിയൽ ഗ്യാസ് മിക്സ്ചറുമായിട്ട് കോൺസെൻട്രേഷൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് A and B ഫോം ഐഡിയൽ ഗ്യാസ് മിക്സ്ചർ, അതൊരു അസംഷൻ. സോളിബിലിറ്റി ഓഫ് B in A is negligible, പിന്നെ ഫ്ലോ ഈസ് ഓൺലി ഇൻ യൂണി ഡയറക്ഷൻ, അല്ലെങ്കിൽ സെഡ് ഡയറക്ഷൻ, പിന്നെ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. അതേപോലെ തന്നെ നിങ്ങൾക്ക് പറയാവുന്ന വേറൊരു കേസ് DAB ഡിഫ്യൂസിവിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോമ്പോസിഷൻ. ഇതെന്തായാലും പറയണേ, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? DABനെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളുടെ തുടക്കത്തിൽ Z is equal to Z1, അതേപോലെ തന്നെ Z is equal to Z2. ഇതാണ് നമ്മളുടെ ബൗണ്ടറി കണ്ടീഷൻസിൽ മെയിനായിട്ട് വരുന്ന ആൾക്കാർ. ഓക്കെ, അതായത് ഇനീഷ്യലി എൻ്റെ ലെവല് Z1, ഓക്കെ Z1, ദെൻ Z2. അപ്പോൾ Z is equal to Z1ൽ എൻ്റെ എയുടെ കോൺസെൻട്രേഷൻ ഞാൻ കൊടുക്കുകയാണ് XA1.
ഇവിടെ എൻ്റെ കോൺസെൻട്രേഷൻ എന്ത് കൊടുക്കുക, XA2. അപ്പോൾ XA1 be the concentration of at the liquid gas interface. ഇതാണ് ലിക്വിഡ് ഗ്യാസ് ഇൻ്റർഫേസ്. ലിക്വിഡിൻ്റെ സർഫസ് ഇതാണ്. ഓക്കെ, ഇതാണ് ലിക്വിഡ് ഗ്യാസ് ഇൻ്റർഫേസ്. അപ്പോൾ Z is equal to Z1 എൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് XA1 ആയിരിക്കും. ദെൻ Z is equal to Z2 എൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് A എന്ന് പറയുന്നത് XA2 ആയിരിക്കും. ഇനി നമുക്കറിയാം ബൈനറി മിക്സർ ആണെങ്കിൽ ഇപ്പോൾ എയും ബിയും മാത്രമേ ഉള്ളെങ്കിൽ നമുക്കറിയാം XA + XB = എന്തായിരിക്കും, 1 ആയിരിക്കും. ഇനിയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ അതായത് Z is equal to Z1 XA1 + XB1 = 1 ആയിരിക്കും. അതേപോലെ തന്നെ Z is equal to Z2 കേസ് പറയുകയാണെങ്കിൽ XA2 + XB2 = 1 ആയിരിക്കും. ഓക്കെ, അതായത് XA + XB1 എന്ന് പറയുന്ന പകരം XA1 + XB1 = 1 പറയാം, അല്ലെങ്കിൽ XA2 + XB2 = 1 പറയാം. ഇനി നമ്മൾ ഷെല്ല് എടുത്തു നേരത്തെ പോലെ തന്നെ ഞാൻ ബാലൻസ് ചെയ്യാണ്. ലെറ്റ് us consider a shell. ഓക്കെ, ഇതിൻ്റെ തിക്നെസ് ആണ് ΔZ. ഫ്ലെക്സ് എൻ്റർ ചെയ്യുന്നത് Z ഡയറക്ഷനിലാണ്. സോ NaZ at Z. ദെൻ മാസ് ഔട്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്ലെക്സ് കൊണ്ടുവരുന്നത്. മാസ് ബാലൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ let us consider shell at a distance Z and of thickness ΔZ. Okay, thickness ΔZ. അപ്പോൾ diffusion of A takes place in Z direction. ഇതാണ് എൻ്റെ Z direction. Z direction മാത്രമേ നടക്കുന്നുള്ളൂ. യൂണി ഡയറക്ഷൻ ഞാൻ അസംഷൻ കൊടുത്തിട്ടുണ്ട്. SB ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് വെസൽ ഇൻ വിച്ച് ഇവാപ്പറേഷൻ ടേക്സ് പ്ലേസ്. ഈ ഏരിയ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്ലെക്സ് എന്ന് പറയുന്ന ടേം മാസ് ഫ്ലോ റേറ്റിനെ ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്യണം. നിങ്ങൾ ഹീറ്റ് ഫ്ലക്സ് Q എന്ന് പറഞ്ഞിട്ട് എഴുതാറുണ്ട്. റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ ഏരിയ ആണ് Q. ഹീറ്റ് ഫ്ലക്സ് ഞാൻ Q ആണ് കൊടുക്കുന്നത്, സ്മോൾ q. അപ്പോൾ ഹീറ്റ് ഫ്ലക്സ് എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. സിമിലർലി മാസ് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് മാസ് ഡിവൈഡഡ് ബൈ ഏരിയ ഉണ്ട്. അപ്പോൾ മാസ് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഏരിയനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഏരിയനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ലെറ്റ് us be the area of cross section of vessel in which evaporation takes place. അപ്പോൾ നമ്മൾ മാസ് ബാലൻസ് കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, മാസ് ബാലൻസ് കൊടുക്കുമ്പോൾ റേറ്റ് ഓഫ് മാസ് ഇൻ, ഓക്കെ, ഓഫ് A അല്ലേ, നമ്മളെ ഡിഫ്യൂഷൻ നടക്കുന്ന ആൾ ആരാ, A ആണ്. സോ റേറ്റ് ഓഫ് മാസ് ഇൻ A ഓഫ് റേറ്റ് ഓഫ് മാസ് ഇൻ ഓഫ് A at Z മൈനസ് റേറ്റ് ഓഫ് മാസ് ഔട്ട് എവിടെയായിരിക്കും, മാസ് ഔട്ട് എന്ന് പറയുമ്പോൾ Z + ΔZ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, നമുക്കിവിടെ റിയാക്ഷൻസ് നടക്കുന്നില്ല. റിയാക്ഷൻസ് നടക്കുമ്പോഴാണ് അതും കൂടെ ഇവിടെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു മാസ് ഇൻ അതായത് NA. ഓക്കെ, ഞാൻ Z ഡയറക്ഷനിലാണ് എൻ്റെ ഫ്ലെക്സ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ NAൻ്റെ കൂടെ Z എന്നും കൂടെ എഴുതുകയാണ്. ഓക്കെ, മാസ് ഇൻ A. അപ്പോൾ ഫ്ലെക്സ് Z, ഞാൻ പറഞ്ഞു ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ എന്താണ്, അതായത് മാസ് ഫ്ലോ റേറ്റ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. നിങ്ങൾ ഹീറ്റ് ട്രാൻസ്ഫറിൽ ഹീറ്റ് ഫ്ലെക്സ് എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ഏരിയ എന്ന് പറയുന്ന പോലെ റേറ്റ് ഓഫ് മാസ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഞാൻ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ എനിക്ക് മാസ് ആവുള്ളൂ. അപ്പോൾ S × NaZ. ഓക്കെ, ദെൻ എൻ്റർ ചെയ്യാണ്. ഓക്കെ, എൻ്റെ ഷെല്ലിലേക്ക് എൻ്റർ ചെയ്യാണ്. ദെൻ ലീവ് ചെയ്യുന്ന കേസ് എടുക്കുകയാണെങ്കിൽ S × NaZ at Z + ΔZ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ ത്രൂ ഔട്ട് ഞാൻ S വെച്ചും അതേപോലെ തന്നെ ΔZ വെച്ചും ഡിവൈഡ് ചെയ്യണം. സോ S വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിൽ S ക്യാൻസൽ ആവും. ΔZ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഇങ്ങനെ എഴുതാം, NaZ at Z മൈനസ് NaZ at Z + ΔZ ഡിവൈഡഡ് ബൈ ΔZ ഈക്വൽ ടു 0. ഓക്കെ, ദെൻ തിരിച്ച് വേണമെങ്കിൽ എഴുതാം. നമുക്കിവിടെ റൈറ്റ് സൈഡിൽ 0 ആയതുകൊണ്ട് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. NaZ at Z + ΔZ മൈനസ് NaZ at Z ഡിവൈഡഡ് ബൈ ΔZ ഈക്വൽ ടു 0. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ ഡിഫറൻസിയേഷൻ്റെ ബേസിക് ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ f(x + Δx മൈനസ് f(x) ഡിവൈഡഡ് ബൈ Δx. ഓക്കെ, ഇതിന് ഞാൻ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ ലിമിറ്റ് Δx ടെൻസ് ടു 0 f(x + Δx മൈനസ് f(x) ഡിവൈഡഡ് ബൈ Δx കൊടുക്കുമ്പോൾ അതിനെയാണ് ഞാൻ f'(x) എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കുക, ഡെഫിനേഷൻ കൊടുക്കുക. ഓക്കെ, അതാണ് എൻ്റെ ഡെറിവേറ്റീവിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ
ഇവിടെ നിങ്ങൾ നോക്കിക്കേ NAZ at Z plus delta Z minus NAZ at Z divided by delta Z. അതായത് ഈ മോഡലാണ് എടുക്കുന്നത് f(x) plus delta x minus f(x) divided by delta x. അപ്പോൾ ഞാൻ ഇതും കൂടെ ചെയ്യാം, ലിമിറ്റും കൂടെ അപ്ലൈ ചെയ്യാം. ലിമിറ്റ് ഡെൽറ്റ Z ടെൻസ് ടു 0. ഓക്കെ, ഫസ്റ്റ് ഞാൻ എസും ഡെൽറ്റ Z വെച്ച് ഡിവൈഡ് ചെയ്തു, ദെൻ ലിമിറ്റ് ഡെൽറ്റ Z ടെൻസ് ടു 0. ഓക്കെ, ലിമിറ്റ് ഡെൽറ്റ Z ടെൻസ് ടു 0 കൊടുക്കുകയാണെങ്കിൽ ഈ ടേം എന്താവും, ഡിഫറൻഷ്യൽ ആയിട്ട് മാറും. f(x) എന്ന് പറഞ്ഞാൽ എന്താ, d/dx ഓഫ് f(x) ആണ്. അപ്പോൾ ഇവിടെ ആരാണുള്ളത്, z ആണുള്ളത്. അപ്പോൾ d/dz ഓഫ് ആര് വരും, NAZ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് എഴുതേണ്ടത്. ഓക്കെ, d/dz ഓഫ് NAZ ഈക്വൽ ടു 0. റെഡി അല്ലേ? ഇനി നമ്മുടെ മാസ് ട്രാൻസ്ഫറിൽ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള റിലേഷൻ ഉണ്ട്, n ഈക്വൽ ടു nxa പ്ലസ് ജെ. ഓക്കെ, അപ്പോൾ ഞാൻ NAZ ആണ് എഴുതുന്നതെങ്കിൽ NAZ ടോട്ടൽ n എന്ന് പറഞ്ഞാൽ എ ഡിയും ബി ഡിയും കൂടെ സമ്മായിരിക്കും. സോ NAZ പ്ലസ് NBZ ഇൻറ്റു XA. ഓക്കെ, ദെൻ ജെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എഴുതുക മൈനസ് DAB ഇൻറ്റു DCA/dz ആണ്. അത് ഞാൻ കോമ്പോസിഷൻ എന്ന് വെച്ചാൽ എക്സിൻ്റെ ടേംസിലാണ് എഴുതുമ്പോൾ സീനെ പിടിച്ച് പുറത്തേക്ക് ഇടും, CDAB ഇൻറ്റു DXA/dz എഴുതും. ഓക്കെ, അപ്പോൾ ജെയ്ക്ക് പകരം മൈനസ് CDAB ഇൻറ്റു DXA/dz. ഓക്കെ, ദെൻ ഇവിടെ ഒരു കാര്യമുണ്ട്, ബി എന്ന് പറയുന്ന ആള് നോട്ട് ഡിഫ്യൂസിങ് ആണ്. ബി ഈസ് നോട്ട് ഡിഫ്യൂസിങ്. ഓക്കെ, അല്ലെങ്കിൽ ബി ഈസ് നോട്ട് ഡിഫ്യൂസിങ് ഇൻറ്റു എ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എനിക്ക് NBZ എന്ന് പറയുന്ന ആള് 0 ആയിരിക്കും. ഇങ്ങനെയാണെങ്കിൽ നമ്മളെ ഇക്വേഷൻ ഒന്ന് മാറും. NAZ ഈക്വൽ ടു NAZ പ്ലസ് 0 ഇൻറ്റു XA മൈനസ് CDAB ഇൻറ്റു DXA/dz. ഓക്കെ, അപ്പോൾ ഇവിടെ NAZ രണ്ടിലും കോമൺ ആണ്. സോ NAZ മൈനസ് ഇത് NAZ ഇൻറ്റു XA ലെഫ്റ്റിലേക്ക് വരുമ്പോൾ മൈനസ് NAZ ഇൻറ്റു XA, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് DAB ഇൻറ്റു DXA/dz. ശരിയല്ലേ? അപ്പോൾ NAZ ഇൻറ്റു 1 മൈനസ് XA ഈക്വൽ ടു മൈനസ് CDAB ഇൻറ്റു DXA/dz. ഇനിയാണെങ്കിൽ NAZ എന്ന് പറഞ്ഞാൽ മൈനസ് CDAB/1 മൈനസ് XA, അതായത് 1 മൈനസ് x ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും DXA/dz. ഓക്കെ, നമ്മളിവിടെ മാസ് ബാലൻസ് വെച്ച് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, d/dz ഓഫ് NAZ ഈക്വൽ ടു 0. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് d/dz ഓഫ് NAZ ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ നമ്മൾ ഇതെന്താണ്, NAZ ഈക്വൽ ടു മൈനസ് CDAB 1 മൈനസ് XA, അതായത് NAയുടെ ജനറൽ ടേംസിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത റിലേഷനാണ്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇതെൻ്റെ ഇക്വേഷൻ 1 ആണ്. സോ 2 ഞാൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2 in 1 എന്ത് വരും, അതായത് d/dz ഓഫ് NAZ എന്ന് പറഞ്ഞാൽ മൈനസ് CDAB ഡിവൈഡഡ് ബൈ 1 മൈനസ് XA ഇൻറ്റു DXA/dz ഈക്വൽ ടു 0. ശരിയല്ല? അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് 0 ആയതുകൊണ്ട് ഈ നെഗറ്റീവിനെ വേണമെങ്കിൽ ഒഴിവാക്കാം. ഓക്കെ, ഒന്നാമത്തെ കേസ്. 2, ഞാൻ അസംഷൻസിൽ തുടക്കത്തിൽ പറഞ്ഞു എൻ്റെ വേപ്പർ മിക്സ്ചർ ഐഡിയൽ ഗ്യാസ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, DAB ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോമ്പോസിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രഷർ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് C കോൺസ്റ്റൻ്റ് ആണ്, DAB കോൺസ്റ്റൻ്റ് ആണ്. ഇവർ രണ്ടാളും വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, പിടിച്ച് പുറത്തേക്ക് ഇടാം. ഓക്കെ, പിടിച്ച് പുറത്തേക്ക് ഇടാന്ന് വെച്ചാൽ നമുക്ക് മൈനസ് CDAB ഇൻറ്റു d/dz ഓഫ്, ഇനി ആരുണ്ടാവുക, സിയും DABയും പുറത്തേക്ക് പോയാൽ 1/1 മൈനസ് XA ഉണ്ടാവും അല്ലേ. ഇവർ മൊത്തത്തിൽ ഞാൻ പിടിച്ച് പുറത്തേക്ക് ഇട്ടാൽ ബാക്കി 1/1 മൈനസ് XA ഇൻറ്റു DXA/dz. ദിസ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ത്രൂ ഔട്ട് നിങ്ങൾ CDAB വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഇക്വേഷൻ എന്താവും, d/dz ഓഫ് 1/1 മൈനസ് XA ഇൻറ്റു DXA/dz ഈക്വൽ ടു 0. ഇത് നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഒറ്റയടിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. സിയും DABയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് d/dz ഓഫ്
1/1 മൈനസ് എക്സ് എ ഇൻറ്റു ഡി എക്സ് എ ബൈ ഡി സെഡ് ഈക്വൽ ടു 0. ഞാൻ നിങ്ങൾക്ക് സമയം ലാഭിക്കും. ഓക്കെ, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. കോൺസെൻട്രേഷനും ഡിഫ്യൂസിവിറ്റിയും നമ്മൾ കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ ഡി എ ബി ഇൻഡിപെൻഡൻ്റ് ഓഫ് കോമ്പോസിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എടുത്ത് പുറത്തേക്ക് ഇടാം. അപ്പോൾ ഡി ബൈ ഡി സെഡ് ഓഫ് 1/1 മൈനസ് എക്സ് എ ഇൻറ്റു ഡി എക്സ് എ ബൈ ഡി സെഡ് ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? ഇനി നമ്മളെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ രണ്ട് നൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ ഇക്വേഷൻ 1ഉം ഇതെൻ്റെ ഇക്വേഷൻ 2ഉം. ഓക്കെ, ഇതിന് ഞാൻ ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ 0 ആണ്. സോ റൈറ്റ് സൈഡിൽ 0 ആയതുകൊണ്ട് ഒരു കോൺസ്റ്റൻറ്റ് വരും. ലെഫ്റ്റ് സൈഡിൽ ഡിഫറൻഷ്യൽ ടേമാണ്. ഡിഫറൻഷ്യൽ ടേമിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻഷ്യൽ ഇൻറ്റഗ്രൽ എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ്. ഈ ഡിഫറൻഷ്യൽ അങ്ങ് ഒഴിവാകും. ഓക്കെ, അതായത് ഇതിനെ വേണമെങ്കിൽ നമ്മൾ വായിക്കണമെങ്കിൽ വെച്ചാൽ ഡി ബൈ 1/1 മൈനസ് എക്സ് എ ഡി എക്സ് എ ബൈ ഡി സെഡ് ഈക്വൽ ടു 0. അതായത് ഡി സെഡിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ 0 ആവും. അപ്പോൾ ഡിഫറൻഷ്യലിനെ ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻഷ്യൽ ഇൻറ്റഗ്രലും കൂടെ ക്യാൻസൽ ആവും. ഓക്കെ, ബാക്കി ആരേ ഉണ്ടാവുള്ളൂ? 1/1 മൈനസ് എക്സ് എ, അതായത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഡിഫറൻഷ്യൽ പോകും. 1/1 മൈനസ് എക്സ് എ ഇൻറ്റു ഡി എക്സ് എ ബൈ ഡി സെഡ് ഈക്വൽ ടു 0നെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ C1. നമുക്കറിയാം C1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ, അതായത് ഒരു കോൺസ്റ്റന്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 ആണ്. അങ്ങനെയാണെങ്കിൽ 0നെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ C1 വരും. ഓക്കെ, ഇനി തീർന്നില്ല, ഒന്നും കൂടെ ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 4 കൊടുക്കാം. ഓക്കെ, ഒന്നും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ 4നെ വേണമെങ്കിൽ ഇൻറ്റഗ്രേഷൻ തെറ്റാതിരിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്യുന്ന പോലെ ഡി സെഡിനെ വേണമെങ്കിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. C1 ഇൻറ്റു ഡി സെഡ്. ഓക്കെ, സോ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/1 മൈനസ് എക്സ് എ, നമുക്കറിയാം 1/xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ln x ആണ്. അപ്പോൾ 1/1 മൈനസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ln1 മൈനസ് എക്സ് വരും. പക്ഷേ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് മൈനസ് ആണ്. ഇപ്പോൾ ഇത് 1/1 പ്ലസ് എക്സ് ആണെങ്കിൽ ln1 പ്ലസ് എക്സ് എഴുതിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. അതായത് 1 പ്ലസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ +1 ആണ്. നേരെ കുറച്ച് 1 മൈനസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ -1 ആണ്. അപ്പോൾ നെഗറ്റീവും കൂടെ കയറി വരും എപ്പോൾ 1/1 മൈനസ് എക്സ് ആണെങ്കിൽ. അതിൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ 1/xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ln x എഴുതിയാൽ മതി. 1/1 പ്ലസ് എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും 1/xനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ln x എഴുതിയാൽ മതി. 1/1 പ്ലസ് എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ln1 പ്ലസ് എക്സ് എഴുതിയാൽ മതി. പക്ഷേ 1/1 മൈനസ് എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് എഴുതണം? ln ഓഫ് 1 മൈനസ് എക്സ് മാത്രം പോരാ, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് -1 ആണ്. സോ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, -1 ഡിവൈഡ് ചെയ്യുകയാണെങ്കിലും മൾട്ടിപ്ലൈ ആണെങ്കിലും സെയിം എഫക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? മൈനസ് ഓഫ് ln1 മൈനസ് എക്സ് എ. ഓക്കെ, ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ln1 മൈനസ് എക്സ് എയിൽ വരിക മൈനസ് ln ഓഫ് 1 മൈനസ് എക്സ് ആണ്. കാരണം എക്സ് എയുടെ കോഎഫിഷ്യൻറ്റ് നെഗറ്റീവ് ആണ്. ഓക്കെ, ഇനി C1 ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളൊരു കോൺസ്റ്റന്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും? ഇൻറ്റഗ്രേറ്റ് എന്ത് റെസ്പെക്റ്റ് ആണ്? Z, വിത്ത് റെസ്പെക്ട് ടു Z ആണ്. അപ്പോൾ C1ൻ്റെ കൂടെ ആര് വരും? Z വരും. ഓക്കെ, ഇൻറ്റഗ്രൽ ഓഫ് C1 ഡി സെഡ്. സോ ഇൻറ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു Z ആണ്. ഓക്കെ, അപ്പോൾ C1 ഇൻറ്റു Z പ്ലസ് C2. ഓക്കെ അല്ലേ? ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 5 എന്നും കൂടെ കൊടുക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവരെ രണ്ടാളെയും ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കണം? C1 കണ്ടുപിടിക്കണം, C2 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. Z is equal to Z1 ആകുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? XA equal to XA1 എന്ന് കൊടുക്കാം. Z equal to Z2 ആകുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? XA equal to XA2 എന്നും കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത് Z equal to Z1ൽ XA equal to XA1, അതേപോലെ തന്നെ Z equal to Z2ൽ XA equal to XA2. സോ അറ്റ് Z is equal to Z1, XA equal to XA1. അറ്റ് Z is equal to Z2, XA equal to XA2. ഓക്കെ, പിന്നെ രണ്ട് ഇക്വേഷൻസ് ഇതാണ്. 1/1 മൈനസ് എക്സ് എ dxa by dz ഈക്വൽ ടു C1. ഇതാണ് എൻ്റെ ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയുന്നത്. ഞാൻ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഞാൻ എഴുതി ഇങ്ങനെയാണ്: -ln1 മൈനസ് എക്സ് എ ഈക്വൽ ടു g1z പ്ലസ് C2. ഇതാണ് എൻ്റെ ഇക്വേഷൻ നമ്പർ 5 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാണ്.
at xa equal to xa1, z is equal to തിരിച്ച് at z is equal to z1, xa equal to xa1. ഓക്കെ, എൻ്റെ സെഡ് അല്ലെങ്കിൽ 1 ഡയമെൻഷനിൽ z1 ആകുമ്പോൾ എൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് xa1 ആണ്. അറ്റ് z is equal to z2 ആകുമ്പോൾ എൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് xa2 ആണ്. സോ ഞാനിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ -ln of 1 minus xa1 equal to c1 into z1 plus c2. ഇതായിരിക്കും എൻ്റെ ഒന്നാമത്തെ ഇക്വേഷൻ. റെഡി അല്ലേ? അതായത് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻസ് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ. രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ -ln of 1 minus xa2 equal to c2 into z2 plus c2. ഓക്കെ, ഇതെൻ്റെ ഇക്വേഷൻ നമ്പർ 7 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 6 മൈനസ് 7 ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ചെയ്യാം. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരുമെന്ന് വെച്ചാൽ -ln of 1 minus xa1, അതായത് ആദ്യം നിങ്ങൾ LHSനെ മൈനസ് ചെയ്യാം. -ln of 1 minus xa1 -ln of 1 minus xa2. റൈറ്റ് സൈഡ് മൈനസ് ചെയ്യുമ്പോൾ c2 ക്യാൻസൽ ആവും. ബാക്കി c1 into z1 minus c2 into z2. സോറി, ഇത് z1 അല്ലേ, z1 into z1 minus c1 into z2. ഓക്കെ, c1 ആണ്, തെറ്റിപ്പോയതാണ്. അപ്പോൾ ഇതിൽ -ln of 1 minus xa1 plus ln of 1 minus xa2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു c1 കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ z1 മൈനസ് z2. ഇനി ഇതിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഈ 1 minus xa2ന് പകരം നിങ്ങൾക്ക് എന്ത് എഴുതാം, xb2 എന്ന് എഴുതാം. 1 minus xa1ന് പകരം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 1 minus xa1ന് പകരം നിങ്ങൾക്ക് xb1 എഴുതാം. 1 minus xa2ന് പകരം നിങ്ങൾക്ക് xb2 എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ln 1 minus xa2ന് പകരം ln xb2 എഴുതാം. ഓക്കെ, ദെൻ -ln of 1 minus xa1ന് പകരം എന്ത് എഴുതാം, -ln of xb1 എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു c1 into z1 minus z2. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട് log a മൈനസ് log b എന്ന് പറഞ്ഞാൽ log a by b ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ln xb2 മൈനസ് ln xb1 എന്ന് പറഞ്ഞാൽ ln of xb2 by xb1. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു c1 into z1 മൈനസ് z2. ഓക്കെ, ഇനിയാണെങ്കിൽ z1 എന്ന് പറയുന്നത് എന്തായിരിക്കും, ln of xb2 divided by xb1 divided by z1 minus z2. Okay, c1 is equal to ln xb2 divided by xb1 all divided by z1 minus z2. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ c2ന് ആളെ ഉണ്ടാക്കണം, അതായത് c2ന് റിലേഷൻ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ റിലേഷൻ ഇതാണ്, -ln of 1 minus xa equal to xa1 equal to z1 z1 plus c2. അതേപോലെ തന്നെ -ln 1 minus xa2 is equal to z1 z2 plus c2. ഓക്കെ, അതായത് എൻ്റെ ഇക്വേഷൻ നമ്പർ 6 7. അപ്പോൾ 6 minus 7 ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയ റിലേഷനാണ് c1 equal to ln xb2 by xb1 divided by z1 minus z2. ഓക്കെ, ഇതെൻ്റെ c1ൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ c1 നിങ്ങൾ എവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഫസ്റ്റ് ഇക്വേഷനിൽ, അതായത് 6th ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പുട്ട് c1 in 6 അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് c1 in 6. അപ്പോൾ നമുക്ക് എന്ത് വരും, -ln of 1 minus xa1 equal to c1 എന്ന് പറഞ്ഞാൽ ln of xb2 divided by xb1 divided by z1 minus z2 into z1 plus c2. ഓക്കെ, മറന്നു പോകട്ടെ, z1 ഉള്ള ഇക്വേഷൻ, അതായത് c1 നിങ്ങളുടെ ഫസ്റ്റ് ഇക്വേഷനിലാണ്. ഓക്കെ, സെക്കൻഡിലല്ല, z1 ആയിട്ടാണ് ഞാൻ റിലേഷൻ ഉണ്ടാക്കുക, അതായത് z മൈനസ് z1 z1 മൈനസ് z2 അങ്ങനെയാണ് റിലേഷൻസ് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇക്വേഷൻ c1 കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത ഫസ്റ്റ് ഇക്വേഷനിൽ, അതായത് z1 ഉള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ln 1 minus xa1 എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും എന്തെന്ന് എഴുതാം, ln of xb1. ഓക്കെ, that is equal to
ln xb2 by xb1 into z1 minus z2 into z1 plus c2. ഓക്കെ, അപ്പോൾ c2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? മൈനസ് ln xb1 മൈനസ് ln xb2 by xb1 divided by z1 minus z2 into z1. ശരിയല്ലേ? സോ ഇതിൽ നമുക്ക് C1ഉം C2ഉം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിലേഷനായി. അപ്പോൾ റിലേഷൻ ഉണ്ടാക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ C1ഉം C2ഉം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ റിലേഷൻ ആക്കാന്ന് വെച്ചാൽ നമ്മൾ ബേസിക് ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് C1ഉം C2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് നമ്മളിവിടെ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷനാണ് മൈനസ് ln ഓഫ് 1 മൈനസ് എക്സ് എ ഈക്വൽ ടു C1Z പ്ലസ് C2 അല്ലേ? മൈനസ് ln ഓഫ് 1 മൈനസ് എക്സ് എ ഈക്വൽ ടു C1Z പ്ലസ് C2. ഇതാണ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയുള്ള നമ്മളുടെ ഇക്വേഷൻസ്. ഇതിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? C1നെയും C2നെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ C1ൻ്റെ ഇക്വേഷൻ്റെ കയ്യിലുണ്ട് ln xb2 by xb1 divided by z1 minus z2. ഇനി C2ൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ മൈനസ് ln xb1 മൈനസ് ln ഓഫ് xb2 by xb1 divided by z1 minus z2 into z1. റെഡിയല്ലേ? ഇത് നിങ്ങൾ C1ഉം C2ഉം കൂടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. മൈനസ് ln ഓഫ് 1 മൈനസ് എക്സ് എ ഈക്വൽ ടു C1 ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ln ഓഫ് xb2 by xb1 divided by z1 minus z2 into z. അതായത് C1ന് പകരം ഞാൻ ഇയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ C2ന് പകരം മൈനസ് ln xb1 മൈനസ് ln xb2 by xb1 into z1 minus z2 into z1. ഓക്കെ, ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെ ഒരു ln ടേം നിൽക്കുന്നുണ്ട്, ഇവിടെ ഒരു ln ടേം നിൽക്കുന്നുണ്ട്. ഈ ln ടേമിൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട്, ഈ എലമെൻറ്റിൻ്റെ കൂടെയും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഈ lnനെ നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ പ്ലസ് ln xb1 മൈനസ് നമുക്കറിയാം 1 മൈനസ് എക്സിന് പകരം എന്ത് കൊടുക്കാം? അതായത് 1 മൈനസ് എക്സ് എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? xb കൊടുക്കാം. മൈനസ് ln ഓഫ് xb. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ദെൻ ഈ രണ്ട് ടേംസ് ബാക്കി ഒരുമിച്ച് ചെയ്താണെങ്കിൽ ln xb2 by xb1 divided by z1 minus z2 into z minus ln xb2 by xb1 into z1 minus z2 into z1. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഈ ln xb1 മൈനസ് xb എന്ന് പറയുന്നത് എന്ത് വരും? ln ഓഫ് xb1 by xb വരും. ഓക്കെ, നമുക്ക് എപ്പോഴും ഒരു റിലേഷൻസ് പറയുമ്പോൾ ജനറൽ ആയിട്ടുള്ള ആളാണ് നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതാറുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഞാൻ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതാണ്. അതായത് എയിം എന്തിനാന്ന് വെച്ചാൽ ln ഓഫ് xb1 മൈനസ് xbക്ക് പകരം ln ഓഫ് xb by xb1 ആക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം ln a മൈനസ് ln b ln xb1 by xb എഴുതുകയാണ്. ഓക്കെ, ഇവിടെ ln xb2 by xb1 രണ്ട് ടേമിലും കോമൺ ആയിട്ടുണ്ട്. ln xb2 by xb1 രണ്ട് ടേമിലും കോമൺ ആയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ z1 മൈനസ് z2 ഇൻറ്റു z മൈനസ് z1. അതായത് ln xb2 by xb1 ഈ ടേമിലുണ്ട്, ഈ ടേമിലുണ്ട്. അതേപോലെ z1 മൈനസ് z2 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. സോ ln xb2 by xb1 ഡിവൈഡ് ബൈ z1 മൈനസ് z2 കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ z മൈനസ് z1 വരും. റെഡി അല്ലേ? ഇനി ഞാനിതൊന്ന് റിവേഴ്സ് അടിക്കുകയാണ്. അതായത് ln ഓഫ് xb by xb1 ആക്കുകയാണ്. അതായത് ln xb1 ln a എന്ന് പറഞ്ഞാൽ മൈനസ് ln 1 by a ആണ്. അപ്പോൾ ln xb1 by xbക്ക് പകരം ln ഓഫ് xb by xb1 ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ അല്ലേ? ln ഓഫ് xb by xb1 കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരു മൈനസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മൈനസ് അപ്ലൈ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലും ആ മൈനസ് അപ്ലൈ ചെയ്യണം. ഓക്കെ, റൈറ്റ് സൈഡിൽ മൈനസ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ z1 മൈനസ് z2ന് പകരം ഞാനൊന്ന് z2 മൈനസ് z1 ആക്കുകയാണ്. ഓക്കെ,
എൻ്റെ എയിം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഞാനൊരു ലെഫ്റ്റ് സൈഡിൽ ഞാൻ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് റൈറ്റ് സൈഡിലും ഞാൻ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ xb1/xbക്ക് പകരം xb/xb1 ആയി, ln of xb/. കാരണം ലോഗിൻ്റെ റിലേഷൻ അങ്ങനെയാണ്. ഇനി റൈറ്റ് സൈഡിൽ ഞാൻ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ z1 - z2നെ മാറ്റിയിട്ട് z2 - z1 ആക്കി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള ലെവലാണ് z1, ദെൻ അപ്പർ ലെവലാണ് z2. അപ്പോൾ z2 - z1 വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഫിലിം തിയറി ഒക്കെ പറയുകയാണെങ്കിൽ ഫിലിം തിക്നെസ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ z2 - z1 = z എന്ന് വെച്ചിട്ടാണ് നമ്മൾ മാസ് ട്രാൻസ്ഫറിൽ പണ്ട് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ z2 - z1 ആക്കി, നെഗറ്റീവ് കൊണ്ട് ഞാൻ റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. റെഡിയല്ലേ? അപ്പോൾ ഇതിന് ഞാൻ ഒന്നും കൂടെ എഴുതുകയാണെങ്കിൽ ln xb/xb1 = 1/z2 - z1. റെഡിയല്ലേ? 1/z2 - z1. ഇനി ആരും കൂടെ ഉണ്ട്, z - z1 ln of xb2/xb1. ഇത് മൂന്ന് ടേമാണ് അല്ലേ? ln xb2/xb1 ഒരു ടേം, 1/z2 - z1 ഒരു ടേം, z - z1 ഒരു ടേം. അത് നിങ്ങൾക്ക് അന്നേരം തോന്നാൻ വേണ്ടിയിട്ട് ഞാനിത് മാറ്റി എഴുതിയേ ഉള്ളൂ. ഓക്കെ, നിങ്ങളത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട, ഡയറക്റ്റ് നിങ്ങൾക്ക് പോവാം. അതായത് ln xb/xb1 = z - z1/z2 - z1 ഒരുമിച്ച് എഴുതുക, ln of xb2/xb1 വേറെ എഴുതുക. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ജനറലി നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട് a log x എന്ന് പറയുന്നത് log x⁴a ആണ്. ഇതിന് വേണ്ടിയിട്ടാണ്. അതായത് ln xb2/xb1 ഒരു ടേം ആക്കി എഴുതി, ബാക്കിയുള്ളതിനെല്ലാം അടുത്ത ടേം ആയിട്ട് എഴുതി, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ a log x എന്ന് വെച്ചാൽ log x⁴a ആണ് എന്ന് പറയുമ്പോൾ എന്ത് വരും, ln of xb2/xb1 പവറിൽ ഈ ആൾക്കാർ വരും, അതായത് z - z1/z2 - z1. ഓക്കെ, അപ്പോൾ ln xb/xb1 = ln of xb2/xb1 to the power z - z1/z2 - z1. സോ രണ്ട് സൈഡിലെയും ലോഗ് ടേം കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിലേഷൻ എഴുതാം, xb/xb1 = xb2/xb1 into z - z1 divided by z2 - z1. ഇതാണ് നമ്മളുടെ റിലേഷൻ ആയിട്ട് നമുക്ക് കോൺസെൻട്രേഷൻ്റെ ടേംസ് എഴുതാനുള്ളത്. ഓക്കെ, ഇതാണ് നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരാളെന്ന് പറയുന്നത്. ഇനി ഇതിന് പകരം നമ്മൾ തുടക്കത്തിൽ ചെയ്ത പോലെ നമുക്ക് xb എന്ന് പറഞ്ഞാൽ 1 - xa ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ തന്നെ വേണമെങ്കിൽ ഒന്നുകൂടെ മാറ്റി എഴുതാം. ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ എടുക്കുന്നത്, 1 - xa divided by 1 - xa1 = 1 - xa2 divided by 1 - xa1 into z - z1 divided by z2 - z1. അതായത് xbക്ക് പകരം ഞാൻ 1 - xa എഴുതി, xb1 പകരം 1 - xa1 എഴുതി, xb2 പകരം 1 - xa2, xb1 പകരം 1 - xa1. ഓക്കെ, ഇതാണ് എൻ്റെ കോൺസെൻട്രേഷൻ പ്രൊഫൈൽ അല്ലെങ്കിൽ കോൺസെൻട്രേഷനിൽ കോമ്പോസിഷൻ്റെ എന്താ പറയുക ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഒരു കാര്യം കൂടെ നമ്മൾ ഡിറൈവ് ചെയ്യാനുള്ളത് ആവറേജ് കോൺസെൻട്രേഷൻ ഓഫ് ബി ആണ്. ആവറേജ് കോൺസെൻട്രേഷൻ ഓഫ് ബി. ഓക്കെ, ആവറേജ് കോൺസെൻട്രേഷൻ ഓഫ് ബിയിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഈ XB ആവറേജ് ആണ് നമുക്ക് റിലേഷൻ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, XB ആവറേജിനാണ് നമുക്ക് റിലേഷൻ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള റിലേഷൻ എന്ന് വെച്ചാൽ xb/xb1 = xb2/xb1 z - z1/z2 - z1 ആണ്. അപ്പോൾ ആവറേജ് കോൺസെൻട്രേഷൻ ഓഫ് ബി ബിറ്റ്വീൻ z = z1 to z = z2 ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ലെവൽ ബൗണ്ടറി കണ്ടീഷനിൽ കൊടുത്ത z z1 z z2ൻ്റെ ഇടയിലുള്ള ആവറേജ് കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ XB ആവറേജ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള xb/xb1 റിലേഷൻ ഉപയോഗിക്കാം. അത് തന്നെയാണ് നമ്മൾ എല്ലായിടത്തും ആവറേജ് ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന മെത്തേഡ്. അതായത് xb/xb1 പകരം ഞാൻ xb average/xb1 എഴുതുന്നു. ഓക്കെ, അതാണ് നമ്മുടെ കയ്യിലുള്ള റിലേഷൻ. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, xb average/xb1. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇവിടെ മുതൽ ഇവിടെ വരെ z1 മുതൽ z2 വരെ. എന്താ ഇൻ്റഗ്രേറ്റ് ചെയ്യുക വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള റിലേഷൻ xb/xb1 റിലേഷൻ. ഓക്കെ, ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു z ആണ്. അപ്പോൾ നിങ്ങൾ ഡയമെൻഷണൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം കാണാം, ലെഫ്റ്റ് സൈഡിൽ x/x ആണ്, റൈറ്റ് സൈഡിൽ x/x മാത്രമല്ല അഡീഷണൽ ആയിട്ടൊരു z ടേം വന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ സെഡ് ടേം ഒഴിവാക്കാൻ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താ വെച്ചാൽ Z1 to Z2 dz. നിങ്ങൾ ഡയമെൻഷനലി നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്, ഇക്വേഷൻ ഓർക്കാൻ വേണ്ടിയിട്ട്. അതായത് ലെഫ്റ്റ് സൈഡിൽ XB/XB1, റൈറ്റ് സൈഡിലും XB/XB1 ഓൾറെഡി വന്നു. പക്ഷേ ഞാനത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു Z. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു Z ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ഓൾറെഡി ഒരു സെഡ് ടേം വന്നു. അപ്പോൾ ഡയമെൻഷനലി ഇത് ബാലൻസ്ഡ് അല്ല. സോ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം, Z1 to Z2 dz. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ XB അവറേജ് കണ്ടുപിടിക്കുക. അപ്പോൾ XB average by XB1 equal to integral of Z1 to Z2. നമ്മളെ XB/XB1 റിലേഷൻ ഉണ്ട് ഇൻറ്റു dz. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു Z ആണ് ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഡിവൈഡഡ് ബൈ Z1 to Z2 dz. ഓക്കെ, അപ്പോൾ XB average ഡിവൈഡഡ് ബൈ XB1 equal to നമ്മളതിൽ XB/XB1 റിലേഷൻ ഉണ്ട് എന്താ, Z1 to Z2. XB/XB1 റിലേഷൻ ഇതാണ് XB2/XB1 to the power Z minus Z1 divided by Z2 minus Z1 into dz divided by, ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം dz-നെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ z കിട്ടും, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ Z2 minus Z1 കിട്ടും. ഓക്കെ, അതായത് XB average divided by XB1 equal to integral of Z1 to Z2 XB2/XB1 to the power Z minus Z1 divided by Z2 minus Z1 into dz. താഴെ ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇൻറ്റഗ്രൽ dz z കിട്ടും, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ആണെങ്കിൽ ഇത് എന്തായിട്ട് മാറും, Z2 minus Z1 ആയിട്ട് മാറും. ഓക്കെ, അതായത് അടിയിൽ Z2 minus Z1 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കോമൺ ആയിട്ട് എഴുതാം 1/Z2 minus Z1. ഇനി ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തേഡ് എന്താ വെച്ചാൽ നമ്മൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡ്, പുട്ട് തീറ്റ ഈക്വൽ ടു അല്ലെങ്കിൽ സീറ്റ ഈക്വൽ ടു, ഞാനവിടെ തീറ്റ കൊടുക്കുകയാണ്, പുട്ട് തീറ്റ ഈക്വൽ ടു Z minus Z1 ഡിവൈഡഡ് ബൈ Z2 minus Z1. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ d തീറ്റ ബൈ dz ഈക്വൽ ടു എന്താ വരിക, ഡിനോമിനേറ്റർ കോൺസ്റ്റൻ്റ് ആണ്, Z2 minus Z1 നമുക്ക് അതേപോലെ തന്നെ ഇടാം. ഓക്കെ, ഇൻറ്റു അതായത് 1/Z2 minus Z1, ഡിനോമിനേറ്റർ കോൺസ്റ്റൻ്റ് ആണ്. Z minus Z1 ഡിഫറൻഷിയേറ്റ് ചെയ്യാം. Z-നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1, Z1 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0, കാരണം Z1 ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ d തീറ്റ ബൈ dz എന്ന് പറഞ്ഞാൽ 1/Z2 minus Z1 ആണ്. ഓക്കെ, അതായത് Z-നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1, Z1 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0, 1 minus 0. ഈ Z2 minus Z1 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഈ ടേമിനെ 1/Z2 minus Z1 ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് Z minus Z1 എഴുതാം. ഡിഫറൻഷ്യൽ ഓഫ് Z1, ഡിഫറൻഷ്യൽ ഓഫ് Z1 0. അപ്പോൾ 1/Z2 minus Z1 ആണ് d തീറ്റ ബൈ dz. ഓക്കെ, ഇനി അല്ലെങ്കിൽ തിരിച്ചെഴുതാണെങ്കിൽ dz ബൈ d തീറ്റ ഇസ് ഈക്വൽ ടു Z2 minus Z1. ഓക്കെ, അല്ലെങ്കിൽ dz ഈക്വൽ ടു Z2 minus Z1 ഇൻറ്റു d തീറ്റ. ശരിയല്ല? ഇനി തീർന്നില്ല, എൻ്റെ ലിമിറ്റും കൂടെ എനിക്ക് നോക്കണം. അതായത് നമ്മുടെ ലിമിറ്റ് z ഈക്വൽ ടു Z1 z ഈക്വൽ ടു Z2 ആണ്. ഞാൻ തീറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നത് Z minus Z1 ഡിവൈഡഡ് ബൈ Z2 minus Z1 ആണ്. അപ്പോൾ z ഈക്വൽ ടു Z1 ആകുമ്പോൾ തീറ്റ എന്ന് പറയുന്നത് Z1 minus Z1 ബൈ Z2 minus Z1 ആയിരിക്കും. എന്ന് വെച്ചാൽ Z1 minus Z1 എന്താ, 0. ഓക്കെ, z ഈക്വൽ ടു Z2 കൊടുക്കുമ്പോൾ തീറ്റ ഈക്വൽ ടു Z2 minus Z1, അതായത് z-ന് പകരം ഞാൻ Z2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Z2 minus Z1 ഡിവൈഡ് ബൈ Z2 minus Z1 എന്ന് പറയുമ്പോൾ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രൽ ഞാനൊന്ന് മാറ്റി പിടിച്ച് എന്താ ചെയ്തത്, XB average divided by XB1 that is equal to 1/Z2 minus Z1 integral of Z1 to Z2 കൊടുക്കുന്നതിന് പകരം തീറ്റയുടെ വാല്യൂ 0 മുതൽ 1 വരെ. ഓക്കെ, XB2 by XB1 Z minus Z1 by Z2 minus Z1, അതിനാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, തീറ്റ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഡി തീറ്റയ്ക്ക് അല്ല dz നമ്മൾ റിലേഷൻ ആക്കിയിട്ടുണ്ട്. dz is equal to എന്താ, Z2 minus Z1 into d തീറ്റ. ഓക്കെ, അപ്പോൾ പുറത്ത് എടുക്കുന്ന ഈ Z2 minus Z1 ഉള്ളിൽ എടുക്കുന്ന Z2 minus Z1 കട്ടാവും, കാരണം അത് കോൺസ്റ്റൻ്റ് ആണ്. പുറത്തേക്ക് വരുമ്പോൾ എന്താവും, Z2 minus Z1 പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ വരും, അപ്പോൾ അത് കട്ടാവും.
ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള എന്താ, ഈ എക്സ് ബി ടു ബൈ എക്സ് ബി വൺ ടു ദ പവർ തീറ്റേനെ മാത്രം ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അതായത് എക്സ് ബി ആവറേജ് ഡിവൈഡഡ് ബൈ എക്സ് ബി വൺ ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ബി ടു ബൈ എക്സ് ബി വൺ ടു ദ പവർ തീറ്റ ഡി തീറ്റ. ഓക്കെ, നമ്മൾ ഡിഫറൻസിയേഷൻ പഠിക്കുമ്പോൾ പഠിക്കാറുണ്ട് എ റേസ് ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ അല്ലെങ്കിൽ എൽ എൻ എ. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരും? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ എക്സ് ബി ആവറേജ് ഡിവൈഡഡ് ബൈ എക്സ് ബി വൺ ഇസ് ഈക്വൽ ടു, ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ബി ടു ബൈ എക്സ് ബി വൺ ടു ദ പവർ തീറ്റ ഡിവൈഡഡ് ബൈ എൽ എൻ ഓഫ് എക്സ് ബി ടു ബൈ എക്സ് ബി വൺ. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം എൽ എൻ എനെ, ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇൻറ്റഗ്രൽ 0 to 1 ഡി തീറ്റ. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് കിട്ടുക. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യാം 0 to 1. അതായത് എ റേസ് ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എ റേസ് ടു എക്സ് എൽ എൻ എ കിട്ടും. ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എൽ എൻ എ. അപ്പോൾ എക്സ് ബി ടു ബൈ എക്സ് ബി വൺ ടു ദ പവർ തീറ്റ ഡിവൈഡഡ് ബൈ എൽ എൻ ഓഫ് എക്സ് ബി ടു ബൈ എക്സ് ബി വൺ. ദെൻ എൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 മുതൽ 1 വരെ. അപ്പോൾ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ എക്സ് ബി ആവറേജ് ബൈ എക്സ് ബി വൺ ഇസ് ഈക്വൽ ടു, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ എക്സ് ബി ടു ബൈ എക്സ് ബി വൺ ഡിവൈഡഡ് ബൈ എൽ എൻ ഓഫ് എക്സ് ബി ടു ബൈ എക്സ് ബി വൺ അല്ലേ. 1 കൊടുക്കുമ്പോൾ തീറ്റ 1 ആവും, എന്നുവെച്ചാൽ എക്സ് ബി ടു എക്സ് ബി വൺ പവറിൽ 1 മൈനസ് 0 കൊടുക്കുമ്പോൾ എക്സ് ബി ടു ബൈ എക്സ് ബി വൺ ടു ദ പവർ 0. നമുക്കറിയാം ഏതിൻ്റെ പവറിലും 0 ഇട്ടാൽ ആൻസർ എന്താ വരിക? 1 ആണ്. സോ എക്സ് ബി ടു ബൈ എക്സ് ബി വണ്ണിൻ്റെ പവറിൽ 0 എന്ന് വെച്ചാൽ 1 ഡിവൈഡഡ് ബൈ എൽ എൻ ഓഫ് എക്സ് ബി ടു ബൈ എക്സ് ബി വൺ. ഇതിൽ എൽ എൻ എക്സ് ബി ടു ബൈ എക്സ് ബി വൺ ഡിനോമിനേറ്ററിൽ കോമൺ ആണ്. സോ നമുക്ക് എൽ എൻ എക്സ് ബി ടു ബൈ എക്സ് ബി വണ്ണിനെ ഡിനോമിനേറ്ററിൽ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബാക്കി ന്യൂമറേറ്ററിൽ ഇവിടെ എക്സ് ബി ടു ബൈ എക്സ് ബി വൺ ഉണ്ട്, ഇവിടെ -1 ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അത് നെക്സ്റ്റ് പേജിൽ ഏതാണ്, എക്സ് ബി ആവറേജ് ഡിവൈഡഡ് ബൈ എക്സ് ബി വൺ ഈക്വൽ ടു 1 ബൈ ln xb2 by xb1 then xb2 by xb1 minus 1. So xb2 by xb1 minus 1 എന്ന് വെച്ചാൽ xb2 minus xb1 divided by xb1. റെഡി അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ xb1 ഓവറോൾ. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിലും ആരുണ്ട്? ഒരു xb1 ഉണ്ട്. സോ ഈ xb1ഉം ഈ xb1ഉം നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ബാക്കി എന്താ വരിക? xb average equal to xb2 minus xb1 divided by ln of xb2 by xb1. ഓക്കെ, ഇതാണ് എൻ്റെ റിലേഷൻ. ഇതെന്ന് പറഞ്ഞത് നമ്മളുടെ ലോഗരിതമിക് ആണ്. കാരണം നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന ഒരാളാണ് ഡെൽറ്റ t1 മൈനസ് ഡെൽറ്റ t2 ഡിവൈഡഡ് ബൈ ln ഡെൽറ്റ t1 ബൈ ഡെൽറ്റ t2 അല്ലേ? ഇതാണ് ലോഗരിതമിക് നമ്മൾ പറയാനുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ xb2 മൈനസ് xb1 ഡിവൈഡ് ബൈ ln xb2 ബൈ xb1 എന്ന് വെച്ചാൽ xb ഓഫ് ln ആണെന്ന് വേണമെങ്കിൽ പറയാം. xb ആവറേജ് ഈക്വൽ ടു xb ഓഫ് ln ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഇതിൽ ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് ആഡ് ചെയ്യാണ്. അതായത് നമ്മുടെ റേറ്റ് ഓഫ് മാസ് ട്രാൻസ്ഫർ. റേറ്റ് ഓഫ് മാസ് ട്രാൻസ്ഫർ അറ്റ് ദ ലിക്വിഡ് ഗ്യാസ് ഇൻ്റർഫേസ്. അതായത് നമുക്ക് NaZ ആണ് വേണ്ടത്. അപ്പോൾ NaZന് നമ്മളെ കയ്യിൽ റിലേഷൻ ഉണ്ട് -CdAB ഡിവൈഡഡ് ബൈ 1 മൈനസ് XA ഇൻറ്റു DXA ബൈ DZ അല്ലെ നമ്മൾ തുടക്കത്തിൽ ഉണ്ടാക്കിയ റിലേഷൻ. ഇത് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ബൈ ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതിയാലും മതി. ബൈ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമ്മളോട് ലിക്വിഡ് ഗ്യാസ് റേറ്റ് ഓഫ് മാസ് ട്രാൻസ്ഫർ എടുത്ത് ലിക്വിഡ് ഗ്യാസ് ഇൻ്റർഫേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് ഇവാപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ Z is equal to Z1 ആണ് എൻ്റെ കണ്ടീഷൻ. സോ അറ്റ് Z is equal to Z1. ഓക്കെ, ഇതാണ് എന്നോട് കാണാൻ ചോദിച്ചിരിക്കുന്നത്. റേറ്റ് ഓഫ് മാസ് ട്രാൻസ്ഫർ എടുത്ത് ലിക്വിഡ് ഗ്യാസ് ഇൻ്റർഫേസ്. അപ്പോൾ -CdAB ബൈ 1 മൈനസ് XA DXA ബൈ DZ അറ്റ് Z equal to Z1.
ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ റിലേഷൻ ഉണ്ടായിരുന്നു. അതായത് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ റിലേഷൻസ് എന്താണെന്ന് വെച്ചാൽ ഇക്വേഷൻ നമ്പർ 4 പ്രകാരം 1/1 - xa dxa/dz = c1. ഓക്കെ, 1/1 - xa dxa/dz = c1. അപ്പോൾ അതിവിടെ കൊണ്ടുപോയി അപ്ലൈ ചെയ്യാം. അതായത് ബൈ ഇക്വേഷൻ 4 1/1 - xa dxa/dz = c1. അപ്പോൾ ഇയാൾക്ക് പകരം എനിക്ക് ആരെ കൊടുക്കാം? c1നെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ NaZ = -CdAp × c1 at z = z1. സിമ്പിളായില്ലേ? ഓക്കെ, നമ്മൾ ഓൾറെഡി ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് 1/1 - xa dxa/dz c1 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ അതിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -CdAp × c1 at z = z1. ഈ c1ന് നമ്മളെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. c1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ln xb2/xb1 / z1 - z2. c1 എന്ന് പറയുന്നത് ln xb2/xb1 / z1 - z2. ഓക്കെ, സോ ഞാനതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ NaZ = -CdAp × ln xb2/xb1 / z1 - z2. അല്ലെങ്കിൽ നെഗറ്റീവിനെ മാറ്റി എഴുതുകയാണെങ്കിൽ CdAb/z2 - z1 × ln xb2/xb1. ഓക്കെ, അതായത് ഫ്ലക്സ് = 3 എഴുതാനുള്ളൂ. CdAb / z2 - z1 then ln xb2/xb1. ഓക്കെ, നമ്മളുടെ മാസ് ട്രാൻസ്ഫറിൽ പഠിച്ച ഫൈനലായിട്ട് എക്സ്പ്രഷൻ നമ്മൾ പഠിക്കുന്നതാണ് നോൺ ഡിഫ്യൂസിങ് ബിയുടെ അത് എക്സ്പ്രഷൻ തന്നെയാണ് ഇത് ഉണ്ടാക്കിയതായാലും നമ്മൾ ഡിറൈവ് ചെയ്ത മാസ് ബാലൻസ് ഇക്വേഷൻ ഉണ്ടാക്കിയതായാലും. ഓക്കെ, സോ നമ്മൾ റിലേഷൻസ് പറഞ്ഞു. അതായത് കോൺസെൻട്രേഷൻ പ്രൊഫൈലിൻ്റെ കേസ്, പിന്നെ അതേപോലെ തന്നെ അവറേജ് കണ്ടുപിടിക്കുന്ന കേസ്, ദെൻ ലാസ്റ്റ് നമ്മളുടെ NaZ ഫ്ലക്സ് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ റേറ്റ് ഓഫ് മാസ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കുന്ന കേസ്. ഓക്കെ, താങ്ക് യു.